ഗൈസ് വെൽക്കം ടു യൂട്യൂബ് ചാനൽ നിയാഷിജു ഫാമിലി വ്ളോഗ്. അപ്പോൾ എന്താ പറയുക, ഇന്ന് ഞാനിപ്പോൾ ജിമ്മിലോട്ട് പോവാണ്. അപ്പോൾ ഇന്നത്തെ പ്രത്യേകത, ഇന്ന് ജിമ്മിൽ ഓണപ്പരിപാടിയാണ്. ഓക്കെ, ഫസ്റ്റ് ടൈമാണ് ഒരു ജിമ്മിൻ്റെ ഓണപ്പരിപാടിക്ക് ഞാൻ കൂടുന്നത്. ഇതൊരു പറ്റിയിട്ട. അപ്പോൾ വേറെ കോമഡി ഉണ്ട്. എന്നോടാണ് മാവേലി ആവാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. എന്ത് ചെയ്യാൻ പറ്റിയ കാര്യമില്ല. ഓക്കെ, നമുക്കന്ന് മാവേലി ആവുമെന്ന് കാണാം. പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ആരെങ്കിലും എടുക്കും. ഓക്കെ, അപ്പോൾ എങ്ങനെയുണ്ടെന്ന് അടിപൊളിയാണെങ്കിൽ പറയാം കേട്ടോ. ഞാൻ മാവേലി ആയത്. ഓക്കെ, നോക്കാം. അവിടെ ചെന്നിട്ട് എന്താവും നോക്കാം. മാവേലി ഡ്രസ്സ് എടുത്തിട്ട് പോകട്ടെ ഒരു വീട്ടിലേക്ക്. അവിടെ നിന്ന് ഡ്രസ്സ് മാറിയിട്ട് വരണം. ഓക്കെ, ഇപ്പോൾ ഇതാ കണ്ട ഏകദേശം ഇത്ര ഇതായി കണ്ടില്ലെന്ന് വെച്ച് ഞാനേ മാറി, ആളെ മാറി. എന്താണെന്നൊക്കെ നോക്കാം ലാസ്റ്റ്. അങ്ങനെ ഏകദേശം മാവില്ലായിട്ടോ. ഈ അപ്പൂപ്പനാണെങ്കിൽ എൻ്റെ ജിമ്മിൽ വരുന്ന ഫ്രണ്ടിൻ്റെ അപ്പൂപ്പനാണ് കേട്ടോ. അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് ആൾ കലാപരമായി എല്ലാം അറിയാം. ഡ്രോയിങ്സ് എല്ലാം ചെയ്ത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. ഏകദേശം അടിപൊളിയാണ്. നല്ല പെയിൻറ്റിങ്സൊക്കെ ചെയ്തിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട്. ചെയ്യുമ്പോൾ എന്നെ തന്നെ കണ്ടില്ലേ, എങ്ങനെയൊക്കെയോ എനിക്ക് കണ്ണാടി നോക്കുമ്പോൾ ഞാൻ നെട്ടിപ്പോന്നു. ഞാനേ അല്ല തിരിഞ്ഞ് നോക്കിയിട്ട് എനിക്ക് തിരിയുന്നില്ല, മനസ്സിലായിട്ടില്ല. അങ്ങനെ കണ്ടില്ലേ, മാവേലി ആയിരിക്കുന്നു. എൻ്റെ ലുക്ക് എങ്ങനെ ഉണ്ട് നോക്കിയിട്ട് അടിപൊളിയായിട്ടുണ്ടല്ലോ. ഓക്കെ, ഇങ്ങനെയൊക്കെ ഫോട്ടോസൊക്കെ പെയിൻറ്റിങ് ഇപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങൾ. ഒരുപാട് അവാർഡ് എല്ലാം കിട്ടിയിട്ടുണ്ട്. നമ്മളെ കൂട്ടാൻ വന്നിട്ടുണ്ട്. അങ്ങനെ പോവാണ്. അങ്ങനെ ജിമ്മിലോട്ട് എത്തിയിട്ട് അങ്ങനെ പോവാണ് നടന്നിട്ട്. പിന്നെന്താ പറയുക, കുറച്ച് ഞാൻ നേരത്തെ എത്തി എന്നാണ് പറയാം. നേരത്തെ എത്തി. ആളൊന്നും അധികം വന്നില്ലായിരുന്നു. റെഡി ആവുന്നു, ട്രെയിനേഴ്സ് ആണെങ്കിലും റെഡി ആവുന്നില്ലല്ലോ. എന്താ പറയുക, ഞാൻ കറക്റ്റ് സമയത്ത് എത്തിയെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് അധികം നേരത്തെ വന്നു. ലേറ്റ് ആയില്ല, നേരത്തെ എത്തി. എന്താ പറയുക, അങ്ങനെ അവർ പൂവൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഗൈസ് ഏകദേശം ആൾക്കാർ വന്നോണ്ട് എല്ലാം റെഡി ആകാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. എടുത്തോട് ഇവിടെയാണെങ്കിൽ പൂക്കളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. എൻ്റെ കോലം കണ്ട എന്നെ എനിക്ക് തിരിച്ചറിയുന്നില്ല. പിന്നെന്താടാ, എൻ്റെ ഫ്രണ്ട് പറഞ്ഞു, എടാ നീ ചെസ്റ്റിന് കളിക്കുക, നമുക്ക് വീഡിയോ എടുക്കുക, സെറ്റാക്കാന്നൊക്കെ പറഞ്ഞ് അടിപൊളി ഉണ്ടാവുമെന്ന് പറഞ്ഞു. അങ്ങനെ എന്താ പറയുക, ഞാൻ ചെസ്റ്റിന് ദിവസം ഒരു കളി കളിച്ചു. എന്താ പറയുക, പിന്നെ ആണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ എൻ്റെ ഇപ്പോൾ കുറേ ഫോട്ടോ ഒക്കെ എടുക്കാൻ വന്നു, കുഞ്ഞൊക്കെ ഫോട്ടോ എടുക്കാൻ വന്നു. പിന്നെ എന്താ പറയുക, ആൾക്കാരൊക്കെ വന്നു. താഴെ ഇറങ്ങിയപ്പോൾ ഫുള്ള് ചെണ്ടമേലെ വെടി പൊട്ടിക്കലെല്ലാം ഉണ്ട്. അത് ജസ്റ്റ് കണ്ടിട്ടോ. പിന്നെന്താണെന്ന് പറഞ്ഞാൽ മനോഹരമായ തിരുവാതിരയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു, നല്ല രസം ഉണ്ടായിരുന്നു. അങ്ങനെ കണ്ടിരുന്നു. എന്താ പറയുക, കോപ്പിറൈറ്റ് പേടിച്ചിട്ടാട്ടോ ഞാൻ എന്താ പറയുക മ്യൂസിക് കൊടുക്കാത്ത തന്നെ. അതുകൊണ്ട് തന്നെ ഇതിലെല്ലാം മ്യൂസിക് ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെയാണെങ്കിൽ നമ്മൾ ഡാൻസ് ഉണ്ടായിരുന്നു, അടിപൊളി ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. നല്ല മനോഹരമായ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. ഞാനങ്ങനെ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, കണ്ടില്ലേ. മനോഹരമായ ഒരുപാട് മത്സരങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് പുള്ളപ്പ് ചെയ്യുന്നത്. ഞാനൊരു പുള്ളപ്പ് ചെയ്യാൻ നോക്കി, ഒരു പുള്ളപ്പ് പോലും എന്നെ കൊണ്ട് പറ്റിയിട്ട. അങ്ങനെ ഒരുപാട് മത്സരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ചെറുതായിട്ട്. പിന്നെയാണ് നമ്മൾ ഓണസദ്യ വിളമ്പായിരുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് 2-3 ക്ലിപ്പൊക്കെ എടുത്ത് ഓണസദ്യ അടിപൊളിയായെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെന്താ പറയുക, ഞാനവിടെ പോയി വിളമ്പുന്ന അവിടെ പോയിട്ട് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതേ ഉള്ളൂ. പിന്നെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ തന്നെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എല്ലാം മാറിയിരിക്കുക. പിന്നെയാണെങ്കിൽ എനിക്ക് വിശന്നപ്പോൾ ഒരു ചേട്ടനാണെങ്കിൽ എന്താ പറയുക ബിസ്ക്കറ്റും ലൈസും കൊണ്ടു തന്നു. എനിക്ക് മാവിലെയാണ്ട് ഈ മീശ വെച്ച് എനിക്കൊന്നും കഴിക്കാൻ പറ്റില്ല, ആ ഒരു പ്രശ്നമുണ്ട്. ഒട്ടിച്ച് വെച്ചാൽ പിന്നെ പറിച്ച് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാവും. പിന്നെയാണ് ഷാറോട്ടനാണെന്ന് പറഞ്ഞു, ഗേൾസിൻ്റെ പ്രോഗ്രാമാണ് അടുത്ത, എല്ലാവരും ഓടി വായെന്ന് പറഞ്ഞിട്ട് എല്ലാവരും വിളിച്ച്. എന്താ പറയുക, സിമ്പിളായെന്ന് വെച്ചാൽ വെയിറ്റിലെ സാധനം ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഒരു തള്ള വരലുകൊണ്ട് 2 വിരലുകൊണ്ട് ഇങ്ങനെ പിടിക്കണം. എത്ര മണിക്കൂർ നിൽക്കുന്ന അവർ ജയിക്കും. ലാസ്റ്റ് ഒരു ആൻറ്റി ആട്ടോ ജയിച്ച്. എന്താ പറയുക, ഒരുപാട് സന്തോഷമായി. ലാസ്റ്റാണ് നമ്മൾ ബോയ്സിൻ്റെ ഇടയിൽ വന്നു. നമ്മൾ ആദർശേട്ടനും കുറേ പേരൊക്കെ വന്നിട്ടോ. എല്ലാവരും കുറച്ച് പേരൊക്കെ ഔട്ടായി, കുറച്ച് പേര് നിന്നു.
പിന്നെന്താ പറയുക, നമ്മളെ ലാസ്റ്റ് ആര് ജയിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ ആദർശമായിട്ടാണ് കേട്ടോ ജയിച്ചത്. അടിപൊളിയായിട്ട് കളിച്ച്. ഈ വീഡിയോസ് ഒന്നും ഞാനല്ല കേട്ടോ എടുക്കുന്നത്, എൻ്റെ ഫ്രണ്ട് ആട്ടോ. ഞാൻ ആ സൂക്ഷിച്ച് നോക്കി ഞാൻ അവിടെ സൈഡിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും, ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. എന്താ പറയുക, അത് കഴിഞ്ഞ് അശ്വിനായിട്ടാണെങ്കിൽ മത്സരിച്ചിട്ട് അശ്വിനായിട്ടും കുറച്ച് പേര് മത്സരിച്ച്. പിന്നെ ആണെങ്കിൽ അശ്വിനായിട്ട് ലാസ്റ്റ് ജയിച്ചു. അടിപൊളിയല്ലേ, എല്ലാവരും 2 ട്രെയിനേഴ്സും ജയിച്ച്. നല്ല രസമുണ്ടായിരുന്നു, നല്ല പ്രോഗ്രാമൊക്കെ ആയിരുന്നു. ഞാൻ ഇത് വീഡിയോ ഞാനായിട്ട് എടുക്കുന്നത്, അവിടെ ഇരുന്നിട്ട് ഞാൻ എടുക്കുന്ന വീഡിയോ. ഫ്രണ്ടിൽ നിന്ന് എടുക്കാൻ പറ്റിയിട്ട് അവിടെ തന്നെ ഞാൻ ഇരുന്ന് ഇങ്ങനെ എടുത്തു, അത്രയേ ഉള്ളൂ. ലാസ്റ്റ് ആ DJ ഉണ്ടായിരുന്നു, അതിന് മുമ്പേ കുറേ ഡാൻസ് ഉണ്ടായി. ഞാനവിടെ ചെന്നിട്ട് എല്ലാം കിരീടം എല്ലാം ഊറ്റി ഒറ്റ ഓട്ടോ ഡാൻസിലേക്ക്, ഡ്രസ്സൊക്കെ മാറി ഓളെ പോയിട്ട് ഫുള്ള് അടിച്ച് പൊളിച്ച് തുള്ളി. എന്താ ഒരു സമാധാനമായ തുള്ളി. 2-3 ഡാൻസ് കളിച്ചപ്പോൾ ഡാൻസർ പക്ഷെ കളിക്കാതിരിക്കണം. അങ്ങനെ കോസ്റ്റ്യൂമെല്ലാം മാറി കണ്ടില്ലേ, കമ്മ്യൂണിസ്റ്റ് പോകുന്നേ ഇല്ല. ഇപ്പോൾ എണ്ണ വെച്ച് കൊടുക്കണ്ടേ, കണ്ടില്ലേ. അങ്ങനെ ഞാൻ വീട്ടിലെത്തിട്ടോ. രാവിലെ 7 മണിക്ക് പോയിട്ട് ഞാനിപ്പോൾ 9 ആകുമ്പോൾ വീട്ടിലെത്തി. കുളിച്ച് ഫ്രഷായിട്ടോ. പക്ഷെ മേക്കപ്പ് ഒക്കെ ഇത്തിരി ഉണ്ട്. അതൊന്ന് ഫേസ് വാഷ് ഇട്ടിട്ട് കഴുകണം. പിന്നെ കൺമിഷിയും അങ്ങനെ പോയില്ല. ഇന്ന് സത്യം പറഞ്ഞാൽ എന്തൊക്കെയോ നടന്നു. പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് സമയം പോയി, ഒന്നും അറിഞ്ഞിട്ട. എന്തൊക്കെയോ ഒന്ന് നടന്നു. സത്യം പറഞ്ഞാൽ ഡാൻസ് കളിക്കണമെന്ന് ഭയങ്കര മോഹം ഉണ്ടായിരുന്നു. ഈ മാവലി ഡ്രസ്സ് ഉണ്ടായതുകൊണ്ട്, എന്താ കിരീടം ഉണ്ടായതുകൊണ്ട് ഡാൻസ് കളിക്കാൻ പറ്റുന്നുണ്ടായിട്ട് അവിടെ നിന്ന് ഇരുന്ന് ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ആടി നിന്നു. പിന്നെ എന്താ പറയുക, കോസ്റ്റ്യൂംസൊക്കെ ഊരിയിട്ട് ഞാൻ DJ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അടിച്ച് പൊളിച്ച് ഡാൻസ് ഒക്കെ കളിച്ചിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ടാവും. അപ്പോൾ എന്താ പറയുക, ഇത്രയും വെയിറ്റ് പോകാൻ വരട്ടെ. ഒരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മൾ ഷാരോട്ടുണ്ടല്ലോ, ഷാരോട്ടനാണെങ്കിൽ ഷാരോട്ടൻ അറിയുന്ന ആൾക്കാരുണ്ടാവും. നമ്മൾ ജിമ്മത്തെ ഓണറാട്ടോ. അപ്പോൾ ആ ചേട്ടനാണെങ്കിൽ ലാസ്റ്റാണ് നമ്മൾ വേദി ഉണ്ടല്ലോ, വേദി വെച്ച് എനിക്ക് യൂട്യൂബ് ചാനലുണ്ട്, എല്ലാം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാന്ന് പറഞ്ഞു. അത് എന്താ പറയുക, ആ ടോപ്പ് ലെവലെത്തി. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടായി. അപ്പം സത്യം പറഞ്ഞാൽ മിണ്ടാ പോലെ ഈ മീശയാണ് ചതിച്ചത്. ഈ മീശയല്ല, ആ വെച്ച മീശ എനിക്ക് കഴിക്കാൻ പറ്റുന്നുണ്ടായിട്ട്, ഫുഡ് കഴിക്കാൻ പറ്റില്ല. ഞാൻ രാവിലെ ഒരു ഓട്സ് കഴിച്ചിട്ട് പോവുകയാണ്. ആ ഓട്സിൻ്റെ ബലത്തിലാണ് ഞാൻ അത്ര മണിക്കൂർ നിന്നത്. പിന്നെ ആ ജിമ്മത്തെ ഒരു ചേട്ടനുണ്ട്. ആ ചേട്ടനാണെങ്കിൽ ബിസ്ക്കറ്റ്, പിന്നെ ലൈസ്, വെള്ളമൊക്കെ തന്നു. പിന്നെ ലൈസ് കഴിക്കുന്ന മുമ്പ് ആ ലൈസ് ഏത് വഴിക്ക് പോയതല്ല, അവിടെ വെച്ചിട്ടുണ്ടായി. പിന്നെ ആരൊക്കെ എടുത്തോണ്ട് പോയി. ബിസ്ക്കറ്റ് ഞാൻ കഴിച്ച്, നല്ല പരിപാടി കൂടെ കഴിച്ച്. അതൊരു ഞാൻ പിടിച്ചത്. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഷാരോട്ട് പറഞ്ഞത് എന്താ പറയുക, സബ്സ്ക്രൈബ് കൂടുന്ന പ്രതീക്ഷിക്കുന്നത്. ഞാൻ നോക്കട്ടെ, ഈ വീഡിയോ ഇട്ടിട്ട് എന്താവുമെന്ന് ഞാൻ നോക്കാം. പിന്നെ ഇത്രയേ ഉള്ളൂ, ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും പറയുന്ന പോലെ എന്താ പറയുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിച്ച് പൊളിക്കുക. പിന്നെ പുതിയ നോട്ടിഫിക്കേഷൻ വരുന്ന എല്ലാവർക്കും അറിയാലോ. സബ്സ്ക്രൈബ് ചെയ്താലേ ബെൽ ബട്ടൺ അടിച്ച് പൊട്ടിച്ചാലേ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. ഷോർട്ട് വീഡിയോ ഞാൻ കൂടുതലിടുന്നത്, വ്ളോഗ് ഇങ്ങനെ വല്ലപ്പോഴും ഞാൻ ഇടുന്നതാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ കൂടെ നിൽക്കുക. അപ്പോൾ പിന്നെ ഒരു ദിവസം കാണാം. ബൈ.